ഹലോ ഗെയ്സ്, ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയൊരു ഉപ്പേരി നമ്മൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതും ഉണ്ണിപ്പിണ്ടി. അപ്പോൾ അത് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചിട്ടാ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ പോയാലോ. അപ്പോൾ ഇതാണ് ഉണ്ണിപ്പിണ്ടി. ഉണ്ണിപ്പിണ്ടി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതാണ്, അതൊരു വേറെ ടെക്നിക്കാണല്ലോ. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കുക. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് നമുക്ക് ഇനിയും ചെറുതായി കട്ട് ചെയ്യാനല്ലേ. നൂല് ഇതിൽ നൂല് കുറയും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നൂല് ഫുള്ള് ജിമ്മ പോകണ്ടിട്ടാ. അതാണ് ഉമ്മ പറഞ്ഞത്. ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ ഉപ്പേരി? ഉച്ചക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യണം ചെറുതാക്കില്ല. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യട്ടാ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കി പരിപാടി അടുത്തതല്ലമ്മോ. അങ്ങനെ പോരെ അത്ര അപ്പൊ നമ്മളെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അടുത്ത എന്താ വെച്ചാല് ബാക്കി ബന്ധിട്ട് കാണിച്ചാട്ടാ. ഞാൻ കുട്ടീനെ സ്കൂളിൽ പോകണം. അപ്പൊ നമുക്ക് ബന്ധിട്ട് കാണാം ഫുഡ് അടിക്കുന്നത്. ഈ നല്ല ഫുഡ് അടിയിലാടാ. എത്ര എത്തിരുന്നേ? 5 ഞാൻ പോയി സ്കൂൾ പോണ്ടേ? ഞാൻ സ്കൂൾ പോകാനേ. അപ്പൊ നമ്മളെ ഉണ്ണിപ്പിണ്ടി ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് കഴിച്ചു നോക്കണം. അത് ചോറ്റൊക്കെ കഴിക്കൊള്ളാന്. ചോറ്റക്കല്ല സാർ. അപ്പൊ അതൊക്കെ പറഞ്ഞതുപോലെ മഴക്കാലത്തില്ലേ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ്. ഇതിങ്ങനെ തിന്നുമ്പോ കഴിക്കുമ്പോ കാണാം മഴ എങ്ങനെ പെയ്യണം. അതിങ്ങനെ സ്പൂണോട് പോയെന്നല്ല ഇതാണ് നമ്മൾ കാണട്ടോ. എന്താ ചൂടാണ്. അപ്പൊ നമ്മള് ഇത് ചോറ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. മുന്നൊരു കേക്കപ്പുറം പോകണം. മുൻ എന്താ പറഞ്ഞാൽ നെട്ടിച്ചാട്ടം ഉറക്കം ഞാൻ നെട്ടിച്ചേട്ടാ. നിക്കൊണ്ട് വെള്ളം കാണാൻ പോയത് പുത്തൂർപ്പാടത്തേക്ക് അതേറ്റാണോ. വെളിച്ചെണ്ണ കൊഴിച്ചല്ല. കഴിഞ്ഞ പരിപാടിയില്ലേ ഉണ്ണിപ്പിണ്ടിന്റെ പരിപാടി? പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ വാ വാ വാ. ചൂടാണ്. ചൂടായി കുറച്ചേരം ചൂടാവുള്ളൂ, പിന്നെ ഐസാവും. ചൂടാകുമ്പോഴാണ് ഫുഡ് നമുക്ക് ഉഷാറായത്. അപ്പൊ നമ്മളെ ഉള്ളിപ്പണ്ടിയും ചോറും സാമ്പിളാക്കട്ടെ. പിന്നെ ഞാൻ സ്പൂണോട് കഴിക്കണതേ, ഞാൻ ഒരു ചെറിയ പണിക്കുമ്പോൾ കൈമ ചെറുതായിട്ട് കത്തിണ്ടി, അതുകൊണ്ടാ. വാ അടിപൊളി കഴിക്കണേ, സൂപ്പർ കഴിക്കണേ. അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടാ. നല്ല ടേസ്റ്റായി. ആവി വറക്കണേ, ആവി വറക്കണേ. പിന്നെ ഈ ഉണ്ണിപ്പിൻ്റെ ഒരു ഔഷധം കൂടിയാണ് പഴമക്കാർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര കൊള്ളും. അടുത്ത വീഡിയോ ഇതുപോലെ നമുക്ക് വീണ്ടും വരും. നമ്മൾ ഇതിൻ്റെ കയ്യിൽ നമ്മൾ മുന്നിട്ടാമല്ലേ കേക്കപ്പുറം പോകണം. അപ്പോൾ അത് വീഡിയോ എത്ര കൂട്ടാ. ഓക്കെ, കേട്ടോ.